ഇന്ന് കാർഗിൽ വിജയദിനം. നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീര ജവാന്മാർക്ക് പ്രണാമമർപ്പിക്കാം. അതോടൊപ്പം തന്നെ ഈ യുദ്ധത്തിൽ ഓരോ രാജ്യത്തിനും, അതായത് ഇന്ത്യക്കും പാകിസ്ഥാനും ചിലവായ തുകയും സംഭവിച്ച നഷ്ടങ്ങളിലൂടെയൊന്ന് കണ്ണോടിക്കാം. നാം യുദ്ധത്തെക്കുറിച്ച് എപ്പോഴും ചർച്ച ചെയ്യാറുണ്ട്, യുദ്ധം വേണമെന്ന് ആവശ്യപ്പെടാറുണ്ട്. പക്ഷേ അതിൻ്റെ കണക്കുകളിലേക്കും കാര്യങ്ങളിലേക്കും നഷ്ടങ്ങളിലേക്കും ഒന്ന് പോകേണ്ടതായിട്ടുമുണ്ട്. ഏതായാലും 1999 ജൂലൈ 26 കാർഗിലിലെ മലനിരകളിലൊക്കെ ഇന്ത്യൻ ദേശീയ പതാക പാറിപ്പറന്നു. ഇന്ത്യൻ സൈന്യത്തിൻ്റെ ധീരമായ മറ്റൊരു വിജയം കൂടി. ഏതായാലും കാർഗിൽ കുന്നുകളിലേക്ക് കടന്നു കയറിയ പാകിസ്ഥാൻ സേനയെ കൊന്നൊടുക്കിക്കൊണ്ട് നാം നേടിയ വിജയമാണ്. ആ വിജയത്തിൻ്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യൻ വ്യോമസേന നടത്തിയത് 300-ലധികം വ്യോമാക്രമണം, ചെലവായത് 2000 കോടി രൂപ. കരസേനയ്ക്ക് ഒരു ദിവസം ചെലവാകുന്നത് 10 മുതൽ 15 കോടി രൂപ. അതായത് ഈ വലിയ രീതിയിലുള്ള നിർണായക ദിവസങ്ങളിൽ നടന്ന പോരാട്ടത്തിന് 1460 കോടി രൂപയാണ് ചില ദിവസങ്ങളിൽ ചെലവായത്. അങ്ങനെ നോക്കുമ്പോൾ ടോട്ടൽ ചെലവ് 5000 to 10000 കോടി രൂപ. പക്ഷേ നമ്മളുടെ സാമ്പത്തിക രംഗം തകർന്നില്ല. അതിന് കാരണം ശക്തരായ ഒരു ഭരണാധികാരികളും ഒപ്പം തന്നെ നമ്മളുടെ സമ്പദ് വ്യവസ്ഥയുമായിരുന്നു. $33.5 ബില്യൺ വിദേശ നാണ്യ കരുതൽ ശേഖരവും 10 ബില്യൺ പ്രതിരോധ ബഡ്ജറ്റും നമുക്കുണ്ടായിരുന്നത് കൊണ്ടാണ് ഇതിൻ്റെ ഒരു ആഘാതം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ പ്രതിഫലിക്കാതെ പോയത്. എന്നാൽ പാകിസ്ഥാന്റെ ഒരു ദിവസത്തെ യുദ്ധ ചെലവ് 370 കോടി രൂപയായിരുന്നു. പക്ഷേ എന്നിട്ടും പാകിസ്ഥാൻ തകർന്ന തരിപ്പണമായി. അവരുടെ സാമ്പത്തിക രംഗം തകരുകയായിരുന്നു. ഇതിൽ നിന്ന് നമ്മൾ ചില പാഠങ്ങൾ കൂടി പഠിച്ചു. ഒന്ന്, റഡാറുകളുടെ അഭാവം നമുക്ക് വലിയ രീതിയിൽ പ്രതിഫലിച്ചു. യുദ്ധസമയത്ത് നിരവധി ജവാന്മാരുടെ വീരചരമത്തിന് കാരണമായതും ഇതായാണ് എന്നാണ് പിന്നീട് കണ്ടെത്തുകയുണ്ടായത്. ഒപ്പം ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ, രാത്രി കാഴ്ച ഉപകരണങ്ങൾ, അതായത് നൈറ്റ് വിഷൻ ഉപകരണങ്ങളുടെയൊക്കെ ക്ഷാമം വലിയ രീതിയിൽ തന്നെ ഈ കാർഗിൽ യുദ്ധസമയത്ത് ഇന്ത്യൻ സൈന്യത്തിന് അനുഭവിക്കേണ്ടതായി വന്നു. ഇപ്പോൾ അതിനെല്ലാം മറികടക്കുകയാണ് ഉണ്ടായത്. 2014 നരേന്ദ്രമോദി എത്തിയതിനു ശേഷം ഈ ഒരു ഇതിനൊക്കെ പരിഹാരം കണ്ടിട്ടുണ്ട്. ഇന്ന് റഡാറുകളുടെ കാര്യത്തിലല്ല, സെപ്പറേറ്റ് ഉപഗ്രഹങ്ങൾ തന്നെ വിക്ഷേപിച്ചുകൊണ്ട് വലിയ രീതിയിൽ തന്നെയുള്ള ഒരു മുന്നേറ്റം നമുക്ക് ഈ രംഗത്തേക്ക് കാഴ്ചവെക്കാനായി. നമ്മൾ ഇന്ന് ജാക്കറ്റുകൾ ഉൾപ്പെടെ പല വിദേശ രാജ്യങ്ങളിലേക്കും കയറ്റി അയക്കുന്നു. ഇസ്രയേലിലേക്ക് പോലും ഇന്ത്യയിലെ കമ്പനികൾ നിർമ്മിക്കുന്ന സൈനികർക്കുള്ള ജാക്കറ്റുകളും മറ്റുമാണ് കയറി പോകുന്നത് എന്ന് ഓർക്കുമ്പോൾ അതിൽ വലിയ അഭിമാനം തന്നെ തോന്നേണ്ട നിമിഷമാണ്. ഏതായാലും ഈ സമയത്ത് നമുക്ക് വലിയ നഷ്ടം, അത് പണത്തിൻ്റെയോ പൊന്നിൻ്റെയോ ഒന്നും കാര്യത്തിൽ നമുക്ക് തുലനം ചെയ്യാൻ കഴിയാത്ത വലിയ നഷ്ടവും നമുക്ക് സംഭവിച്ചു. അത് നമ്മുടെ ധീര ജവാന്മാരായ 527 സൈനികരുടെ വീരമൃത്യുവാണ്. അത് നമുക്ക് ഒരിക്കലും നികത്താൻ കഴിയില്ല, തിരിച്ചു വരില്ല. ഒപ്പം തന്നെ ആ നഷ്ടം നമുക്ക് കണക്ക് കൂട്ടാൻ കഴിയില്ല. അതിനോടൊപ്പം ചേർത്ത് പറയേണ്ട ഒന്ന്, 1363 സൈനികർക്ക് പരിക്കേറ്റു. അവരെ ഈ അവസരത്തിൽ സ്മരിക്കേണ്ടതാണ്. അവരുടെയൊക്കെ സേവനങ്ങൾ, ജീവത്യാഗങ്ങൾ ഒന്നും നമുക്ക് ഒരു കണക്കിനോടൊപ്പവും ചേർത്ത് വെക്കാൻ കഴിയുന്നതല്ല. ഇനി പാകിസ്ഥാനിലേക്ക് വന്നാൽ, പാകിസ്ഥാൻ സൈനികർ 3000 പേരാണ് കൊല്ലപ്പെട്ടത്. പക്ഷെ പാകിസ്ഥാൻ ഔദ്യോഗികമായി പറയുന്നത് 357 എന്നാണ്. അതിന് പ്രധാന കാരണം യുദ്ധത്തിന് ശേഷം കാർഗിൽ മലനിരകളിലേക്ക് കടന്നു ചെന്ന ഇന്ത്യൻ സൈന്യത്തിന് കാണാൻ കഴിഞ്ഞത് 100 കണക്കിന് പാക് സൈനികരുടെ ജീവൻ അറ്റ ശരീരമായിരുന്നു. എന്നാൽ ഈ മൃതശരീരം ഏറ്റെടുക്കാൻ പാക് ഭരണകൂടം തയ്യാറായില്ല. അതിനൊരു കാരണമുണ്ടായിരുന്നു. കാരണം ഈ മൃതശരീരങ്ങൾ പാകിസ്ഥാനിലേക്ക് എത്തിച്ചാൽ മരണസംഖ്യ ഉയരുമോ എന്നുള്ള ഭയം ജനങ്ങളിൽ നിന്നത് ഒളിച്ചു വെക്കാൻ, മറ്റൊന്ന് തങ്ങളല്ലത് ചെയ്തതെന്ന് വരുത്തി തീർക്കാൻ. ഏതായാലും ഈ ഒരു സംഭവത്തോടു കൂടി പാകിസ്ഥാൻ എന്തൊക്കെ സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ലോകരാജ്യങ്ങളിൽ ഒറ്റപ്പെട്ടു, വിശ്വാസ്യതയില്ലാത്ത രാജ്യമായി മാറി. കാരണം ഒരു സമാധാന കരാർ ഉണ്ടാക്കിയതിൻ്റെ അടുത്ത ദിവസം തന്നെ കാർഗിലിലേക്ക് നുഴഞ്ഞു കയറിയതോടുകൂടിയാണ് ഇത് സംഭവിച്ചത്. സാമ്പത്തിക രംഗം തകർന്ന തരിപ്പണമായി, അന്താരാഷ്ട്ര സമ്മർദ്ദം ശക്തമായി, ദുർബലരായ അവരുടെ സൈനികരെ തുറന്നു കാണിക്കുവാൻ ഇത് ഇടയാക്കി. ഒപ്പം തന്നെ രാഷ്ട്രം, അതായത് അവരുടെ രാജ്യം വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് നീങ്ങി. പക്ഷേ ഇന്ത്യ ആ പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കുകയും ഇപ്പോൾ വലിയ രീതിയിൽ മുന്നേറുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും ഈ ദിനത്തിൽ എല്ലാ ജവാന്മാർക്കും ഒരിക്കൽ കൂടി പ്രണാമം അർപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.